ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സമയക്കുറവുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുതിർത്ത അവലാണ്. അവൽ കുതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവൽ കുതിർന്ന് കിട്ടും. 1/4 കപ്പിന് മേളിലുണ്ട് ഈ അവൽ. ഈ കുതിർത്തെടുത്തിരിക്കുന്ന അവൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. കുതിരാനുള്ള വെള്ളം മാത്രം ചേർത്ത് കുതിർത്തെടുക്കുക. അരയാൻ അധികം വെള്ളം ചേർക്കണ്ട, അല്പം വെള്ളം ചേർത്തൊന്ന് ഇത്രയും വെള്ളം ചേർത്താൽ മതി. ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പെട്ടെന്ന് അരയും. അരയാനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പാത്രത്തിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമ്മൾ മുമ്പേ എടുത്തത് 1/4 കപ്പിന് മേളിലാണ് അവലെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന അളവ് കപ്പിന് 1/2 കപ്പ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ടേസ്റ്റിന് വേണ്ടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്, സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞതും 1/2 കപ്പ്, കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിനുള്ള ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് മാത്രം ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കിനി അരച്ച് വെച്ചിരുന്ന അവൽ ചേർത്ത് മിക്സ് ചെയ്യും. വീണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഈ കപ്പിൽ 1 കപ്പ് മൈദമാവാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം ചേർത്തത് മിക്സ് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം. വെള്ളം കുറവാണ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മിക്സാക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് വേണം ഈ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടീഷനിലായിരിക്കണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഈ പാനിലേക്ക് ഒഴിച്ച് ഓരോന്നോരോന്ന് ഇതേപോലെ ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇതുണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കറിയില്ലാതെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ചൂടോടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്